ടാറ്റാ. പോവാണ് ഗൈസ്. ഇന്ന് ആ ദിവസം എൻ്റെ കംഫർട്ട് സോൺ ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ദിവസം. കുറേ നാളായിട്ട് ദീപുവിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുക. പക്ഷെ ഓരോരോ കാരണങ്ങൾ വന്ന് അതങ്ങ് മുടങ്ങിപ്പോവും. അങ്ങനെ ഇന്ന് ഞങ്ങൾ ദീപുവിൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഒരു 6 മാസത്തോളമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുകയല്ലേ. ഒരു 4 മാസമായി കുഞ്ഞും ഉണ്ടായിട്ട്. അപ്പം ഞാൻ ഭയങ്കര സുഖിച്ച് ഒന്നും ചെയ്യുമൊന്നും വേണ്ട, ഭയങ്കര സുഖമായിട്ട് ജീവിച്ചിട്ട് പെട്ടെന്നൊരു മാറ്റം എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ആവുന്നില്ല. പക്ഷേ അക്സെപ്റ്റ് ആയാലേ പറ്റത്തുള്ളൂ. ഒരു കംഫർട്ട് സോൺ ആയിരുന്നു എനിക്കെൻ്റെ വീട്. അപ്പോൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പം കരയും എന്നും പറഞ്ഞ് നിൽക്കുന്നത്. കാരണം ജനിച്ച് കയ്യിലോട്ട് കിട്ടിയപ്പോൾ തൊട്ട് കുഞ്ഞിനെ അവർ വിട്ട് പിരിഞ്ഞിട്ടേ ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ. എന്നാലോ എൻ്റെ അനിയത്തിക്ക് എൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ ആദ്യം എൻ്റെ പെട്ടി പരിശോധന, ഈ ഡ്രസ്സ് എനിക്ക് വേണം. ഇത് തന്നെ എവിടെ നിന്ന് കിട്ടിയത്. പെറുങ്കൈയോടെ അവൾ വന്നെങ്കിൽ അവൾ പോയപ്പോൾ ഒരു രണ്ട് കവർ നിറച്ച് തുണിയൊക്കെ ആയിട്ടാണ് പോയത്. അപ്പം ഇവർ പോവാൻ നേരം കുഞ്ഞും അവന് പെട്ടെന്നൊരു പുതിയ വീട്ടിലോട്ട് വന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിയാണ്ട് ഞാൻ പറഞ്ഞില്ലേ 2 കവർ വെറും കൈയോടെ വന്നവൾ. അതുകൊണ്ട് 2 കവർ നിറച്ച് എൻ്റെ തുണിയുമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ അവർ പോയി, ഞാനും കുഞ്ഞും ഇവിടായി. അഡ്ജസ്റ്റ് ആയാലേ പറ്റുള്ളൂ. നമുക്ക് എന്നും ഒരു കംഫർട്ട് സോണിൽ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ.